പെട്ടെന്ന് തോന്നി എവിടെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി എടുത്ത് നേരെ വിട്ട് ബണ്ടൂരാൻ ബീച്ചിലോട്ട്. സത്യം പറഞ്ഞ ബീച്ചൊക്കെ സമ്മറിലാണ് കാണുന്നത്. ഇന്നാണെങ്കിൽ സ്റ്റോമിന്റെ അലേർട്ടും ഉള്ളതാണ്. ഇത് വിന്റർ സീസണുമാണ്. ബീച്ചിൽ ഇറങ്ങാനൊന്നും പറ്റുന്ന ഒരു കാലാവസ്ഥ അല്ല ഇന്ന്. എങ്കിലും ബീച്ച് കാണാൻ വേണ്ടി പോയി. ഈ ബണ്ടൂരാൻ ബീച്ചിൽ 1-2 അട്രാക്ഷൻസ് ഉണ്ട്. ഒന്ന് ഈ ബീച്ച് തന്നെയാണ്. രണ്ടാമത് വിഷിംഗ് ചെയർ എന്ന് പറഞ്ഞിട്ടൊരു ചെയർ ഇവിടെ ഉണ്ട്. അതിന്റെ കഥകൾ ഞാൻ പറയാം. പിന്നെ ഫെയറി ബ്രിഡ്ജ്. വിഷിംഗ് ചെയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെയറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ 3 ദിശയിൽ കാഴ്ചകൾ ആസ്വദിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ ആ ആഗ്രഹങ്ങൾ മറ്റൊരാളോടും ഷെയർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് നടക്കുമെന്നൊരു വിശ്വാസം ഈ ഒരു ചെയറുമായി ബന്ധപ്പെട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കടൽക്ഷോഭത്തിലും കാറ്റിലും ഉത്ഭവിച്ചതാണ് ഫെയറി ബ്രിഡ്ജും അതിനോട് ചേർന്നുള്ള ഈ വിഷിംഗ് ചെയറും. ഐറിഷ് നാടോടി കഥകളിൽ ഫെയറികൾ അഥവാ അദൃശ്യ ജീവികൾ തങ്ങിയിരുന്ന ഒരു ഇടമായിരുന്നു ഇത്. ഈ ഫെയറികൾ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. വിഷിംഗ് ചെയറിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഫെയറി ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഇത് കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഫെയറികൾ ഈ ബ്രിഡ്ജിലൂടെ യാത്ര ചെയ്തിരുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം. 1800കളിലെ ചരിത്ര പുസ്തകങ്ങളിൽ ഈ ഫെയറി ബ്രിഡ്ജിനെ കുറിച്ചും വിഷിംഗ് ചെയറിനെ കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1944 ജനുവരി 23 കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു വിമാനം സ്കോട്ട്ലൻഡിലേക്ക് പോവുകയും അവിടുത്തെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം തിരികെ വരും വഴി തീവ്രമായ മഴയിലും കാറ്റിലും താഴ്ന്നു പറക്കുകയുണ്ടായി. അങ്ങനെ ഈ ഫെയറി ബ്രിഡ്ജിന്റെ പാറയിടുക്കിൽ വിമാനം വന്ന് ഇടിക്കുകയും തകരുകയും ചെയ്തു. അന്ന് വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരണപ്പെടുകയുണ്ടായി. ആ വിമാനത്തിന്റെ പല അവശിഷ്ടങ്ങളും ഇന്ന് ഈ ഫെയറി ബ്രിഡ്ജിന്റെ അടിത്തട്ടിലുണ്ടെന്നും കടൽ ഉൾവലിയുന്ന സമയങ്ങളിൽ ആ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. ചരിത്രവും കാഴ്ചകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു അപൂർവ സ്ഥലമാണ് ബണ്ടൂരാനിലെ ടുഡ്ലൻ സ്ട്രാൻഡ് ബീച്ചിനോട് ചേർന്ന ഈ വിഷിംഗ് ചെയറും ഫെയറി ബ്രിഡ്ജും ഈ കാഴ്ചകളുമെല്ലാം.